ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലവും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാം ദൈവത്തോട് ചോദിക്കണം, എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കും, എല്ലാം തരുന്നവൻ ദൈവമാണ്. നമുക്ക് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞ ചില വാക്കുകളാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവനത് കണ്ടെത്തും, മുട്ടുന്നവന് അത് തുറന്നു കൊടുക്കും. ഈ 3 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് താഴോട്ട് കർത്താവ് പറയുകയാണ്, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. 8-ാം വാക്യം, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? സ്തോത്രം. മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ. മേളിൽ കർത്താവ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ദൈവത്തോട് എങ്ങനെയാ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൽ നിന്നൊരു കാര്യം ലഭിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു വാതിലിൽ മുട്ടേണ്ടത് എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ട് താഴെ ചോദിക്കുകയാണ്, മക്കൾ അല്ലെങ്കിൽ മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? നിങ്ങളുടെ മകൻ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ മക്കൾ ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്നവരോട് ഞാൻ ആത്മീയമായ ഒരു സന്ദേശം പറയാം, നിങ്ങൾ ചോദിക്കുന്നതും കർത്താവ് തരും. എന്നിട്ട് കർത്താവ് താഴെ പറയുകയാണ്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, സകല നന്മകളുടെ ഉറവിടം ക്രിസ്തുവാണെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം നമുക്ക് സ്വർഗീയ നന്മകൾ തന്ന് നമ്മെ അനുഗ്രഹിക്കും എന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്ന് പകൽ നീ മുട്ടിയ വാതിലുകളെല്ലാം അടയുമ്പോൾ നിരാശപ്പെടരുത്. തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഈ ദിവസങ്ങളിൽ ദൈവം തരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വാതിലുകളും അടയുമ്പോൾ കർത്താവെ, അവിടുത്തെ സ്വർഗീയ നന്മ കൊണ്ട് നിറയപ്പെടുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ പ്രാർത്ഥന കേട്ട് അവൻ നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.